ഒരു കനത്ത മഴ പെയ്യുന്ന ഇരുണ്ട രാത്രിയിൽ അരുൺ തന്റെ കാറോടിച്ച് ഒരു കാട്ടുവഴി വഴി കടന്നുപോകുകയായിരുന്നു. റോഡിൽ ആരും ഇല്ല, ലൈറ്റുകൾ ഒന്നുമില്ല. കാറിന്റെ ഹെഡ് ലൈറ്റ് മാത്രം മുന്നിൽ ചെറിയൊരു വെട്ടം തെളിയിച്ചു. കാട് ശബ്ദമില്ലാതെ നിൽക്കുന്നു. എന്നാൽ അതിൽ എന്തോ തെറ്റുണ്ട് എന്നൊരു തോന്നൽ അരുണിന്റെ മനസ്സിൽ കയറിവന്നു. ചാനക് ധാന്ത് കാർ പെട്ടെന്ന് നിർത്തി. എഞ്ചിൻ ഓഫ്. ഹെഡ് ലൈറ്റ് അല്പം മങ്ങിയും പ്രകാശം കുറയുകയും ചെയ്തു. അരുൺ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. ഡക് ഡക് ഡക്. ഒന്നും സംഭവിച്ചില്ല. എന്താ ഈ പ്രശ്നം? അരുൺ തനിക്കു തന്നെ പറഞ്ഞു. അവൻ കാർ ഇറങ്ങി. കാറ്റ് വളരെ തണുപ്പ്, ഒപ്പം ഒരു വിചിത്രമായ നാറ്റം. ചുറ്റും മുഴുവൻ ഇരുട്ട്. മരങ്ങൾ മേഘങ്ങൾ പോലെയെല്ലാം ചെരിഞ്ഞു നിൽക്കുന്നു. കാറിന്റെ ബോണറ്റ് തുറന്നു നോക്കുമ്പോൾ അരുൺക്ക് പിന്നിൽ നിന്ന് ഒരു ചെറിയ ശബ്ദം കേട്ടു. മൃദുവായ ഒരു ഈർച്ച്. മനുഷ്യ ശബ്ദമല്ലാത്ത ഒരു താണശ്വാസം പോലെ. അരുൺ പതുക്കെ തിരിഞ്ഞു. ആരും കാണുന്നില്ല. മറക്കൻഡ്, മഴയുടെ ശബ്ദം ആയിരിക്കും എന്ന് മനസ്സിൽ പറഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം ശബ്ദം വീണ്ടും. ഈ സമയം വളരെ വ്യക്തമായി. അരുൺ. ആ പേര് കേട്ട് അരുൺ വിറച്ചു. ഈ കാട്ടിൽ ആരും ഉണ്ടാവില്ലല്ലോ. ആരാണ് അവനെ വിളിക്കുന്നത്? അവൻ ചുറ്റും നോക്കി, പക്ഷേ ഒരു മനുഷ്യനെയും കണ്ടില്ല. പെട്ടെന്ന് മുകളിൽ നിന്ന് വെള്ളം തുള്ളി വീണതുപോലെ തോന്നി. അരുൺ ആകാശത്തേക്ക് നോക്കി. അവിടെ ഒരു മുഖം. കറുത്ത കണ്ണ് കുഴഞ്ഞ് ചിരി വലിച്ചുകീറുന്ന ഒരു ഭീകര മുഖം മരക്കൊമ്പുകളുടെ ഇടയിൽ നിന്ന് താഴേക്ക് നോക്കി നിൽക്കുന്നു. അരുൺ പിന്നോട്ടു പതറി വീണു. അവൻ എഴുന്നേൽക്കാൻ മുമ്പ് ആ രൂപം ഒരു ചിരിയും ശബ്ദവുമില്ലാതെ നിലത്തേക്ക് പതിച്ചു. അതിന്റെ കൈകൾ വിചിത്രമായി വളഞ്ഞിരുന്നു. മനുഷ്യന്റെ രൂപം, പക്ഷേ മനുഷ്യൻ അല്ല. അത് പതുക്കെ അരുണിന്റെ വഴിക്ക് ഇഴഞ്ഞുവരുന്നു. നീ ഇവിടെ വരേണ്ടിയിരുന്നില്ല, അത് ഭയങ്കരമായ ശബ്ദത്തിൽ പറഞ്ഞു. അരുൺ പെട്ടെന്ന് കാറിലേക്കോടി. അകത്തു കയറി വാതിൽ പൂട്ടി. ഡഹ്. അവൻ ശ്വാസം പിടിച്ചു ഇരുന്നു. അന്നേരം ആ ഭീകര രൂപം കാറിന്റെ ഗ്ലാസിൽ മുഖം ചേർത്ത് നോക്കി. അതിന്റെ വിരലുകൾ കട്ടിയായ നഖങ്ങൾ പോലെ ചില്ല് കുറുകെ ഇഴഞ്ഞു. ഗ്ലാസ് തണുത്ത് മഞ്ഞുപിടിച്ചു തുടങ്ങുകയും ചെയ്തു. പെട്ടെന്ന് കാറിന്റെ ലൈറ്റ് സ്വയം തെളിഞ്ഞു. റേഡിയോ സ്റ്റാറ്റിക് ശബ്ദത്തോടെ ഓണായി. നീ പോകാൻ പാടില്ല. റേഡിയോയിൽ നിന്നൊരു ഭിന്ന ശബ്ദം കേട്ടു. അരുൺ കരയാൻ തോന്നി. അവൻ കണ്ണടച്ചു. ഒരു നിമിഷം ഇരുട്ടിനെ പ്രതീക്ഷിച്ചു. പക്ഷേ കണ്ണ് തുറന്നപ്പോൾ ആ രൂപം പുറത്തല്ല. അവന്റെ പക്കൽ സീറ്റിൽ ഇരിക്കുകയായിരുന്നു. ആ രാത്രിക്ക് ശേഷം അരുൺ എവിടെയും കണ്ടില്ല. അടുത്ത ദിവസം കണ്ടെത്തിയത് ഒരു കാർ മാത്രം, തണുത്തുകിടക്കുന്ന എഞ്ചിനും അകത്തു നീണ്ട, മനുഷ്യൻ പോലെയല്ലാത്ത വിരൽപ്പതിപ്പുകളും.